അപ്പോൾ എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ രക്ഷിക്കുക എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വൈഫും കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അല്ല, അവർ കരയുമായിരുന്നു. ആക്ച്വലി അത് തന്നെ, നമുക്കൊരു ജീവൻ നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്കത് എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ ശ്രമിക്കാം. ഒരിക്കലും നമുക്കൊരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല. അപ്പം അത്രയും വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ രക്ഷിക്കുക എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ വൈഫും കുഞ്ഞുങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അല്ല, അവർ കരയുമായിരുന്നു. ആക്ച്വലി അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറും. കാരണം ഞാൻ മരിക്കുന്ന എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ മിസ്റ്റേക്ക് പറ്റരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഒരു മിസ്റ്റേക്കിന് അവിടെ വേറെ ഒന്നുമില്ല, സൊല്യൂഷനില്ല. അത് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാമെന്ന് വെച്ചാൽ അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അവർ ഭയങ്കരമായിട്ട് കരഞ്ഞു, പേടിച്ചു, ഒന്നും മാത്രമേ ഉള്ളായിരുന്നു. അവർ കരഞ്ഞെന്നൊക്കെ ഞാൻ തിരിച്ച് മേളിൽ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ വന്നപ്പോൾ വൈഫും മോനും എല്ലാം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം അത് അവർ കരയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് വന്നപ്പോഴാണ് ഞാനത് അറിഞ്ഞത്. വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അത് ജീവനോട് വെള്ളത്തിൽ വീണ ആൾക്കാരെ ജീവനോട് രക്ഷിക്കുക എന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കൊരു വിവരം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും തൊട്ടടുത്ത് ഏറ്റവും തൊട്ടടുത്ത ആളിലെത്താനാണെങ്കിലും 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ആൾ വെള്ളത്തിൽ മുങ്ങിയാണെങ്കിൽ ആൾ മരിക്കും. ഇത് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ആളെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. പിന്നെ അവർ നിന്ന ഭാഗം ഒരു മണൽക്കൂന പോലത്തെ ഭാഗമാണ്. അത് നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ അത് ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നല്ല ആഴമുള്ള ഭാഗം, ഒഴുക്കുള്ള ഭാഗമാണ്. അവിടത്തേക്ക് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീ ഒഴുക്കിപ്പെട്ടു പോകും. അപ്പോൾ അതും ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയും അവരെ രക്ഷിക്കണം. പിന്നെ ഇൻ കേസ് എനിക്ക് പറ്റിയില്ലെങ്കിൽ കൂടെ എനിക്ക് അവരെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. എൻ്റെ പേര് ശ്രീനിവാസ് KK, തിരുവല്ല സ്റ്റേഷനിലെ ഗ്രേഡ് അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസറാണ്.